വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോൺട്രാക്റ്റിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടാണ് ടെർമിനേഷൻ ഓഫ് ഓഫർ അല്ലെങ്കിൽ ലാപ്സ് ഓഫ് ഓഫർ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. Termination of an offer in contract law is where the offer is terminated before the other side has the opportunity to accept or reject it. നമ്മൾ ഓൾറെഡി ഒരു ഓഫർ വെച്ചിട്ട് ആ ഓഫർ നമ്മൾ ആർക്കെതിരായിട്ടാണോ ഓഫർ വെച്ചിരിക്കുന്നത് അയാൾ അക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ആ ഓഫർ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെർമിനേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ടെർമിനേഷൻ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഒക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. In contract, there need to be an offer by one party and acceptance by another party in order to form a valid contract. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോൺട്രാക്റ്റിൽ ഒരു പ്രപ്പോസൽ വെക്കും, ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് പ്രോമിസ് ആയി കഴിഞ്ഞ് ആണ് അതൊരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ദ പാർട്ടി ഹു മേക്സ് ആൻ ഓഫർ എന്നെയാണ് നമ്മൾ ഓഫറർ എന്ന് പറയുന്നത്, ആൻഡ് ഹു അക്സെപ്റ്റ് ഇറ്റ് അതിനാണ് നമ്മൾ ഓഫറി എന്ന് പറയുന്നത്. The usual process is where the offerer makes an offer with stated contract terms. Okay, കുറച്ച് ടേംസും കണ്ടീഷൻസും ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഒരു ഓഫർ മെയിനായിട്ട് ഉണ്ടാക്കാറ്. Once the offeree has renewed the terms, he or she will typically respond by accepting the offer or rejecting them. If he or she accept the terms, the offer must perform. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫർ വെക്കുന്നു, അതല്ലാതെ വേറൊരു കൗണ്ടർ ഓഫർ വെക്കുകയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറർ അത് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. ഇങ്ങനെയാണ് ടെർമിനേഷൻ വർക്ക് ചെയ്യുന്നത്. ടെർമിനേഷൻ ഓഫ് എൻ ഓഫർ, ഹൗ ഡസ് ടെർമിനേഷൻ ഓഫ് എൻ ഓഫർ വർക്ക്? ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ് എൻ ഓഫർ ക്യാൻ ബി ടെർമിനേറ്റഡ്. ഒന്നെങ്കിൽ ആ ഓഫർ വെച്ച് ആരാണോ അവർക്കത് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫർക്ക് വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില സർക്കംസ്റ്റാൻസസ് കാരണം വേണമെങ്കിൽ അത് തന്നെ ടെർമിനേറ്റ് ആയി പോവാം. ഇനി കുറച്ച് ഓഫേഴ്സ് ഉണ്ട്, നമുക്ക് ഒരിക്കലും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓഫേഴ്സിനെയാണ് നമ്മൾ ഇർറിവോക്കബിൾ ഓഫേഴ്സ് എന്ന് പറയുന്നത്. ദർ ആർ സർട്ടൻ സിനാരിയോസ് വേർ ആൻ ഓഫർ കനോട്ട് ബി റിവോക്ഡ്. ആൻ ഓഫർ ക്യാൻ ബി റിവോക്കബിൾ ഫോർ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം if the offeree relates to his detriment on the offer being held, and it is reasonable and foreseeable to the offerer that the offeree would rely on it. ചില ഓഫറുകൾ നമുക്ക് നടത്തിയേ തീരൂ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഓഫർ ചില ഫോഴ്സിബിൾ അല്ലെങ്കിൽ റീസണബിൾ കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള ഓഫേഴ്സ് ഉണ്ട്. അതിനെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഓഫേഴ്സിനെയാണ് നമ്മൾ ഇർറിവോക്കബിൾ ഓഫേഴ്സ് എന്ന് പറയുന്നത്. An example is where a general contractor is relying on the subcontractor's offer to ascertain his overall cost to complete the job. ഞാനൊരു ജനറൽ കോൺട്രാക്ടർ ആണെങ്കിൽ ഞാനൊരു സബ് കോൺട്രാക്ട്സ് വേറെ ആൾക്കാർക്ക് എൻ്റെ കോൺട്രാക്ട്സ് കൊടുക്കുവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു സബ് കോൺട്രാക്ടർ എത്ര എമൗണ്ട് ആണ് കറക്റ്റായിട്ട് വരുന്നത് എന്ന് പറയാനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യാതെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൻഡ് ഇഫ് ആൻ ഓഫർ ഗിവ് കൺസിഡറേഷൻ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ പ്രോമിസ് ദാറ്റ് ദ ഓഫർ വുഡ് റിമെയിൻ ഓപ്പൺ, ഇറ്റ് ഹാസ് ടു ബി. ഇനി കൺസിഡറേഷൻ വെക്കുകയാണ്, അത് ഓപ്പൺ ആയിട്ട് കുറേ നാളത്തേക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടിരിക്കണം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ എന്നൊരു കണ്ടീഷൻ വെക്കുകയാണെങ്കിലും നമുക്ക് ആ ഓഫറുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓഫറൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഓഫറുകളെയാണ് നമ്മൾ ഇർറിവോക്കബിൾ ഓഫർ എന്ന് പറയുന്നത്. ഇനി ടെർമിനേഷൻ ബൈ ദ ഓഫറർ ആൻഡ് ഓഫറി. ദ ഓഫറർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഓഫർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം, ഒരു പോസ്റ്റ് വഴി അയക്കുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഒരു തേർഡ് പാർട്ടി നോട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അത് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഇൻഡയറക്റ്റ് മെത്തേഡിലാണല്ലോ തേർഡ് പാർട്ടി വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആ വെക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റിലയബിളും റീസണബിളും ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആകുമ്പോഴത്തേക്കും പബ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ
അത് പബ്ലിഷ് നമ്മൾ സാധാരണ റിവോക്കേഷൻ പോലെ തന്നെ ആ ഒരു റിവോക്കേഷൻ്റെ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓഫററുടെ ആ ടെർമിനേഷൻ എന്ന് പറയുന്നത് അവിടെ തീരും. പക്ഷെ ഓഫറിക്ക് അത് തീരണമെങ്കിൽ അത് ഓഫറിയുടെ കയ്യിൽ ആ ഒരു പബ്ലിക്കേഷൻ ഓഫറി കാണണം, എങ്കിൽ മാത്രമേ ഓഫറിയുടെ ഭാഗത്ത് നിന്നും അത് തീരുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഓഫറുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓഫറുടെ ഭാഗത്ത് നിന്നും നമ്മൾ എപ്പോഴാണോ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ടെർമിനേഷൻ നടത്തി എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇനി നമുക്ക് ടെർമിനേഷൻ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് റിവോക്കേഷൻ ചെയ്യാം, ദെൻ റിജക്ഷൻ, ലാപ്സ് ഓഫ് ടൈം, കണ്ടീഷണൽ ഓഫർ, ഓപ്പറേഷൻ ഓഫ് ലോ, ഡെത്ത്, അക്സെപ്റ്റൻസ്, ഇല്ലീഗാലിറ്റി. ഈ ഓപ്പറേഷൻ ഓഫ് ലോയും ഇല്ലീഗാലിറ്റിയും തമ്മിൽ ചെറിയ കണക്ഷൻസ് ഉണ്ട്. നമുക്കത് നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് നല്ല രീതിയിൽ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാപ്സ് അല്ലെങ്കിൽ പാസിംഗ് ഓഫ് ടൈമാണ്. ആ പേര് പോലെ തന്നെയാണ് സംഭവം. ഒരു പർട്ടിക്കുലർ സമയം വെക്കുന്നു, ആ സമയത്തിനുള്ളിൽ ഓഫർ ചെയ്തില്ല എങ്കിൽ തന്നെത്താനെ അത് ലാപ്സ് ആയി പോകുന്നു, അല്ലെങ്കിൽ തന്നെത്താനെ അത് ടെർമിനേറ്റ് ആയി പോകുന്നു. അങ്ങനെയുള്ള ഓഫറുകളാണ് നമ്മൾ ഈ ഒരു ലാപ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സമയം വെച്ചിട്ടില്ല എങ്കിൽ ഒരു റീസണബിൾ സമയം, ഒരു റീസണബിൾ ടൈം ഉണ്ട്, അതിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു ഓഫർ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അത് ലാപ്സ് ആയി പോകും. അതിന് പറയുന്ന ഒരു കേസ് ഉണ്ട് ഇവിടെ, റാംസ്ഗേറ്റ് വിക്ടോറിയ ഹോട്ടൽ കമ്പനി വേഴ്സസ് മോണ്ടിഫയോ എന്ന് പറയുന്നൊരു കേസ് ഉണ്ട്. ഇവിടെ ഡിഫൻഡൻറ്റ് കമ്പനി ഒരു ഷെയറിന് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ പ്ലെയിൻറ്റിഫ് അതിന് വേണ്ടി കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ജൂണിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, പക്ഷേ നവംബർ ആയിട്ടും അതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെറിയൊരു എമൗണ്ടൊക്കെ ചെയ്തു, പക്ഷേ നവംബർ വരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. നവംബർ ആയപ്പോഴത്തേക്കും അവിടെ നിങ്ങളുടെ ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ ബാക്കി എമൗണ്ട് പേ ചെയ്യാനായിട്ട് വന്നു. പക്ഷേ ഇവിടെ ഒരു ജൂൺ തൊട്ട് നവംബർ വരെ എന്ന് പറയുന്ന ഒരു വലിയൊരു ഡിലേ ആയിപ്പോയി അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു അൺറീസണബിൾ ഡിലേ ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, അതാണ് ഈ ഒരു റാംസ്ഗേറ്റ് വിക്ടോറിയ ഹോട്ടൽ കമ്പനി വേഴ്സസ് മോണ്ടിഫയർ എന്ന് പറയുന്ന കേസിൽ വന്നത്. അപ്പോൾ ലാപ്സ് അല്ലെങ്കിൽ പാസിംഗ് ഓഫ് ടൈമിൽ ഇത്രയേ ഉള്ളൂ. ടൈം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ആ ഓഫർ അവിടെ വെച്ച് നിൽക്കും. ഇനി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു റീസണബിൾ ടൈം ഉണ്ട്, ആ റീസണബിൾ ടൈമിനുള്ളിൽ ചെയ്തില്ലെങ്കിലും അവിടെ ഒരു അൺറീസണബിൾ ഡിലേയും ഉണ്ടാവും. അതിനുള്ള കേസാണ് റാംസ്ഗേറ്റ് വിക്ടോറിയ ഹോട്ടൽ കമ്പനി വേഴ്സസ് മോണ്ടിഫയോ. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെത്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റി ഉണ്ടാവുന്ന സാഹചര്യമാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരാൾ മരിച്ചു, ആ ഫസ്റ്റ് നമുക്ക് ഡെത്തിൻ്റെ സിറ്റുവേഷൻ നോക്കാം. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഓഫറർ മരിച്ചുപോയി. ഓക്കെ, അത് ഓഫറി അറിഞ്ഞില്ല, അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഫറി അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ആ ഓഫറുമായിട്ട് മുന്നോട്ട് പോവാം. പക്ഷേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ വെച്ച് നിർത്തും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, ഈ ഓഫറർ മരിച്ചു എന്ന് ഓഫറി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞാൽ പിന്നെ ആ ഓഫർ അവിടെ വെച്ച് നിൽക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഓഫർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അവരുടെ മക്കളായിട്ടോ അല്ലെങ്കിൽ ഈ റെപ്രസെൻറ്റേറ്റീവായിട്ടോ വേറൊരു ഓഫർ നടത്താം. അല്ലാതെ ഈ ഒരു ഓഫർ അവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. എപ്പോഴാണ് ഇയാൾ ഓഫറർ മരിച്ചു എന്ന് ഓഫറി അറിഞ്ഞു കഴിഞ്ഞാൽ. അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിയാതെയാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. ഇയാൾ മരിച്ചു പക്ഷേ ഓഫറി അത് അറിഞ്ഞില്ല, ഓഫറി അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അറിഞ്ഞിട്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സെയിം തന്നെയാണ് ഓഫറിയുടെ കേസിലും. ഓഫറർ ഇങ്ങനെ ഒരു ഇത് വെക്കുന്ന സമയത്ത് ഓഫർ മരിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓഫർ അവിടെ വെച്ച് ലാപ്സ് ആവും, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ. ഇൻസാനിറ്റിയുടെ കേസും ഇതേപോലെ തന്നെയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതൊന്ന് വായിക്കാം. എ കോൺട്രാക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻസസ് ആഡ് ഐഡം ഓഫ് പാർട്ടീസ്. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്, അതായത് കറക്റ്റായിട്ടുള്ള മൈൻഡ് സെറ്റിൽ ആയിരിക്കണം എന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു കോൺട്രാക്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. If the offerer dies before acceptance, any subsequent acceptance will be ineffective. വേറെ ആര് അക്സെപ്റ്റ് ചെയ്താലും അതൊക്കെ എന്താണ്, ഇൻഎഫക്റ്റീവ് ആണ്. Similarly, after an offer is dead without accepting the offer, the legal heir or legal representative cannot accept for him. By section 6 clause 4 of Contract Act, a proposal is revoked by the death or insanity of the proposer. If the fact of his death or insanity comes to knowledge of the acceptor before acceptance. Therefore, under Indian law, in acceptance
ഇൻ ഇഗ്നോറൻസ് ഓഫ് ഡെത്ത് ഓർ ഇൻസാനിറ്റി സീംസ് വാലിഡ്. അപ്പോൾ ഇഗ്നോറൻസ് ആണ്, അറിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ബട്ട് അണ്ടർ ഇംഗ്ലീഷ് ലോ ഈവൻ ഇഫ് ദ പേഴ്സൺ അക്സെപ്റ്റ് ദ ഓഫർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ഓഫർ ഓഫ് ഡെത്ത് ദർ ക്യാൻ ബി നോ കോൺട്രാക്ട്. നമ്മുടെ ഇന്ത്യൻ ലോ വെച്ച് ഇഗ്നോറൻസ് ആണ്, അതായത് ഇയാൾ മരിച്ചില്ല എന്നറിഞ്ഞാതെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കും. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ നിലനിൽക്കില്ല. മരിച്ചെന്നറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അയാൾ മരിച്ചോ അല്ലെങ്കിൽ അയാൾ അവിടെ ഇൻസാനിറ്റി ഉണ്ടോ എങ്കിൽ ആ കോൺട്രാക്റ്റ് നിലനിൽക്കില്ല. പക്ഷേ ഇന്ത്യയിൽ അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. Section 6 does not mention the effect of death of the offering. As the offer is not intended to be made to a dead person or to his executors, the offer ceases to be an offer capable of acceptance in such circumstances. Under English law, the insanity of offerer would render the contract voidable. ഇംഗ്ലീഷ് ലോയിൽ ഇൻസാനിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഇൻ ഇന്ത്യ, ഇഫ് ദ ഫാക്ട് ഓഫ് ഇൻസാനിറ്റി ഇസ് നോട്ട് ടു ദ അക്സെപ്റ്റർ ബിഫോർ അക്സെപ്റ്റൻസ് ദർ വുഡ് ബി നോ കോൺട്രാക്റ്റ് അറ്റ് ഓൾ. അയാൾക്ക് ഇൻസാനിറ്റി ആണ്, അയാൾ നല്ല ബോധമുള്ള ആളല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് ലാപ്സ് ചെയ്യും. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, ആ ഒരു മരിച്ചു അല്ലെങ്കിൽ ഇൻസാനിറ്റി ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറിയാമെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് ലാപ്സ് ആവും. അറിയാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഡെത്തിൻ്റെ കേസിൽ ആ കോൺട്രാക്റ്റ് എന്താവും? വാലിഡാണ്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഡെത്തും ഇൻസാനിറ്റിയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തൊരു കേസാണ് റിജക്ഷൻ. വെരി സിമ്പിൾ. ഇഫ് ഓഫർ ഈസ് റിജക്റ്റഡ് ബൈ ദ ഓഫറി, there is no more possibility of any acceptance. ആ ഓഫർ അവിടെ വെച്ച് ഓഫറി റിജക്റ്റ് ചെയ്യുകയാണ്, ഓഫർ വെച്ചപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഓഫർ ഇല്ലല്ലോ. അതുപോലെ തന്നെ റിജക്ഷൻ മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. വെൻ ദ അക്സെപ്റ്റൻസ് ഇസ് നോട്ട് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ, ഇങ്ങനൊരു രീതിയിൽ വേണം അക്സെപ്റ്റ് ചെയ്യേണ്ടത്, പക്ഷെ ആ രീതിയിലല്ല ഓഫറി അക്സെപ്റ്റ് ചെയ്തതെങ്കിൽ. ഓർ വെൻ ദ ഓഫറി ഹാസ് നോട്ട് ഫുൾഫിൽ ദ കണ്ടീഷൻസ് പ്രസിഡൻറ്റ് ടു ദ അക്സെപ്റ്റൻസ്, ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ് മാനറിൽ വേണമായിരുന്നു അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അതൊന്നും ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും അത് ടെർമിനേറ്റ് ആവും. ഓക്കെ, ഇതും റിജക്ഷനിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റിജക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റിവോക്കേഷനാണ്. An offer may be revoked by offerer at any times before acceptance. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്തിരിക്കണം. ഓക്കെ, an offer is made irrevocable by acceptance. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നടത്തിയേ തീരും, നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. In Offer versus Davis, it has been held that the mere fact that the defendant guaranteed period for 12 months would not preclude them from revocating before the expiry of that period. ഓക്കെ, എന്താണ് ഓഫോർഡ് വേഴ്സസ് ഡേവിസിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് ബീൻ ഹെൽഡ് ദാറ്റ് ദ മെയർ ഫാക്ട് ദാറ്റ് ദ ഡിഫൻഡൻറ്റ് ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ് ഫോർ 12 months 12 months പേയ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്തു, ആ ഒരു എക്സ്പയറിക്ക് മുൻപ് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. 12 months എന്ന് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. By Section 5, a proposal may be revoked at any time before the communication of his acceptance is complete as against the proposal, but not afterwards. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര പീരീഡ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്കത് റിവോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ റിവോക്ക് ചെയ്തിരിക്കണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പറ്റില്ല. അണ്ടർ ഇന്ത്യൻ ലോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതായിരുന്നു. Section 4, the communication of an acceptance sent by post is complete as against proposal. Offer എപ്പോഴാണ്? When the letter of acceptance is posted. ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രപ്പോസലിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ തീരുന്നു. Therefore the proposal can be revoked before ലെറ്റർ ഈസ് പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ അക്സെപ്റ്റൻസ് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആർക്ക് അത് റിവോക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ആർക്ക്? പ്രപ്പോസർക്ക്. ദ റിവോക്കേഷൻ ഇൻ ഓർഡർ ടു ബി എഫക്റ്റീവ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ പാർട്ടി. ആ റിവോക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മറ്റു പാർട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. അതുപോലെ തന്നെ റിവോക്കേഷൻ ബൈ പോസ്റ്റ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് അണ്ടിൽ ഇറ്റ് ഈസ് ആക്ച്വലി റിസീവ്. അത് റിസീവ് ചെയ്താൽ മാത്രമേ അത്
കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് 20th ആ ഒരു 20th ഒക്ടോബറിന് പ്ലെയിൻറ്റിഫിന് ആ ഒരു ലെറ്റർ കിട്ടിയുള്ളൂ 8th അയച്ചിട്ടുണ്ടെങ്കിൽ. അതിന് മുൻപ് 15th തന്നെ പുള്ളിക്കാരനല്ലേ പ്ലെയിൻറ്റിഫ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോട്ടീസ് അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അക്സെപ്റ്റൻസ് ഓൾറെഡി അവിടെ നടന്നു കഴിഞ്ഞു അല്ലേ. 20th കിട്ടിയുള്ളൂ, പക്ഷെ 15th തന്നെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ലിൻഡ എന്താണ് പറഞ്ഞത്? An uncommunicated revocation is for practical purpose in point of law no revocation at all. അൺകമ്മ്യൂണിക്കേറ്റഡ്, അതായത് ഓൾറെഡി ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞ് നോട്ടീസ് അയച്ചെങ്കിൽ അത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് അൺകമ്മ്യൂണിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അൺകമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള റിവോക്കേഷനെ നമുക്ക് ഒരിക്കലും റിവോക്കേഷൻ എന്ന് പറഞ്ഞ് കരുതാനായിട്ട് പറ്റില്ല എന്നാണ് ലിൻഡയുടെ വേർഡ്സിൽ പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പ്ലെയിൻറ്റിഫിന് റിവോക്ക് ചെയ്താൽ ആ കമ്മ്യൂണിക്കേഷൻ പ്ലെയിൻറ്റിഫിന് കിട്ടുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആയിരിക്കണം. നമ്മൾ 8th അയച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്ലെയിൻറ്റിഫിന് എന്താണ് നമ്മൾ 8th ക്യാൻസൽ ചെയ്തു എങ്കിലും പ്ലെയിൻറ്റിഫിന് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കവിടെ റിവോക്കേഷൻ നടന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കവിടെ റിവോക്കേഷൻ നടന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? 8th ക്യാൻസൽ ചെയ്ത് അയച്ചു, പക്ഷെ അത് കിട്ടിയത് 20th. അതിനു മുമ്പ് തന്നെ 11th അക്സെപ്റ്റ് ചെയ്തിട്ട് 15th പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 15th ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ടാണ് 20th റിവോക്കേഷൻ്റെ മെസ്സേജ് ഇത് കിട്ടിയത്. അതിനെ നമുക്ക് ഒരിക്കലും ഒരു റിവോക്കേഷനായിട്ട് കരുതാനായിട്ട് പറ്റില്ല, കാരണം 5 ദിവസത്തെ വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് അയച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ കയ്യിൽ കിട്ടുന്നതാണ് കറക്റ്റ് സമയം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കേസും കൂടെ നോക്കാം. ഡിങ്സൺ വേഴ്സസ് ഡോൺസ്. On 10th June, the defendant gave the plaintiff a written offer to sell. ഒരു റിട്ടൺ ഓഫറാണ് കേട്ടോ കൊടുത്തത്. To sell house for 800 which was to be left over until Friday 9 AM 12th June Friday 9 AM മുമ്പ് ഞാനിത് വിറ്റുപോകും, അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ഓഫർ വെച്ചു. On Thursday 11th June, the defendant sold the house to someone else. പക്ഷേ 11th June തന്നെ എന്തായി? ഡിഫൻഡൻ്റ് ആ ഒരു ദിവസം വേറൊരാൾക്ക് കൊടുത്തു. ആ ഈവനിങ്ങിൽ ഇതൊന്നും അറിയാതെ പ്ലെയിൻറ്റിഫ് വന്നിട്ട് 9 മണിക്ക് മുമ്പ് രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ അക്സെപ്റ്റൻസ് അറിയിച്ചു. പക്ഷേ ഡിഫൻഡൻ്റ് ആ അക്സെപ്റ്റൻസ് സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു? സ്യൂ ചെയ്തു. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞ് ടൈം ലിമിറ്റ് ഇല്ലാത്തൊരു സംഭവമാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു. പക്ഷെ എന്തായി? എ പ്രോമിസ് ടു കീപ് ആൻ ഓഫർ ഫോർ എ സർട്ടൻ ടൈം ഈസ് നോട്ട് ബൈൻഡിങ് അൺലെസ് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിൽ, കൺസിഡറേഷൻ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഓഫറിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിഫൻഡൻറ്റ് വാസ് ഫ്രീ ടു റിവോക്ക്. ഈ ഒരു സെൻറ്റൻസ് ഓർത്തു വയ്ക്കുക. എ പ്രോമിസ് ടു കീപ്പ് ആൻ ഓഫർ ഫോർ എ സർട്ടൻ ടൈം ഈസ് നോട്ട് ബൈൻഡിങ് അൺലെസ് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. In the above case, therefore, the defendant was free to revoke his offer at any time before acceptance. Accept ചെയ്തതിന് മുമ്പ് തന്നെ അത് ക്യാൻസൽ ചെയ്യാം അതുണ്ട്. ഓക്കെ, നമുക്ക് കോമൺ സെൻസ് ഇത്ര നേരം പറഞ്ഞത് വെച്ച് ഒന്ന് ഊഹിച്ചാൽ മതി. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റിവോക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സമയമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിവോക്ക് ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. James L.J. held that the knowledge of revocation even through obtained from a third party would be sufficient to have an effective revocation. തേർഡ് പാർട്ടിയിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ പോലും നമുക്ക്
അതിനെ എഫക്റ്റീവ് റിവോക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റും, അക്സെപ്റ്റൻസിന് മുമ്പാണെങ്കിൽ. അടുത്തൊരു കേസാണ് ഫെയിലിയർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ. ചിലപ്പോൾ ഒരു കണ്ടീഷണൽ ഓഫർ ആയിരിക്കും അത് ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഓഫർ ആണെങ്കിൽ അത് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാത്തൊരു ഓഫറാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സാഹചര്യപ്രകാരം ഇംപ്ലൈഡ് രീതിയിൽ വന്നതായിരിക്കും. ഇൻ ഫിനാൻസിങ്സ് ലിമിറ്റഡ് വേഴ്സസ് ടിംസൺ, one of the question raised before the court was about this problem, കണ്ടീഷൻ്റെ കുറിച്ചായിരുന്നു. The offer there was regarding the purchase of a car, ഒരു കാറിൻ്റെ പർച്ചേസിനെ കുറിച്ചായിരുന്നു. ഇത്ര പറഞ്ഞിരുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ കാർ നോക്കാൻ വന്നപ്പോൾ ഈ കാറിൻ്റെ കണ്ടീഷനും ഈ കാർ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കണം ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തും ഉണ്ടായിരിക്കേണ്ടത്. അതായിരുന്നു പുള്ളി പറഞ്ഞ ഏക കണ്ടീഷൻ. പക്ഷെ പുള്ളി അത് വാങ്ങാൻ വന്നപ്പോഴത്തേക്കും കാറ് ഡിസ്ട്രോ ആയിപ്പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായി? ആ ഫെയിലിയർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ, ആ സാഹചര്യത്തിൽ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് ലാപ്സ് ആയിപ്പോയി. ഇത്രേ ഉള്ളൂ. ഓക്കെ. One of the question raised before the court was about this. The offer there was regarding the purchase of a car implied there was a condition that the car shall remain in substantially the same condition until the acceptance. But it was actually damaged before the acceptance. Termination held that the offer ceased to be capable of acceptance. Section 6 clause 3 of the contract that a proposal is revoked by the failure of the acceptance to fulfill a condition to precedent to acceptance. Clear ആയിരിക്കും. Termination by law. If there is no option contract, death or incapacitation of either party prior to acceptance will terminate offer. നമ്മൾ പറഞ്ഞ കാര്യമാണ്. It does not need to be communicated to the other party either. Okay. Death and incapacity do not terminate irrevocable offers. Okay. Irrevocable offers-നെ terminate ചെയ്യില്ല. If the law changes prior to acceptance of offer, the law will terminate the offer because it would become a void contract. In the event that the subject matter of the offer is destroyed prior to acceptance, this constitutes termination of the offer as well. അപ്പോൾ termination by law-ൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? Death and incapacitation, then പിന്നെന്താണ്? ലോ ചേഞ്ച്. അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രോ ആയാൽ, ഈ 3 കേസസ് ആണ് ഒരു ടെർമിനേഷൻ ബൈ ലോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഈ 3 കേസസ് വരികയാണെങ്കിൽ ഓഫർ തന്നെ ടെർമിനേറ്റ് ആവും. ഓക്കെ. അടുത്തൊരു സാഹചര്യമാണ് ഇല്ലീഗാലിറ്റി. ഇല്ലീഗാലിറ്റിയിൽ വരുന്നത് നമ്മളിപ്പോൾ ലോ ബൈ ടെർമിനേഷൻ ബൈ ലോ എന്ന് പറയുന്നതിൽ 3rd കാറ്റഗറിയിലെ കാര്യമാണ്. ഓക്കെ. അതെന്താണ്? ചേഞ്ച് ഇൻ ലോ. ലോയിൽ ചേഞ്ച് എന്തായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ആ ഓഫർ നിർത്തണം. ഓക്കെ. ആ ഓഫർ തന്നെ വോയിഡായി കഴിഞ്ഞു. നമ്മൾ ആ ഓഫറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാണ്, അക്സെപ്റ്റൻസിന് മുമ്പാണ് നമ്മൾ ആ ഒരു ലോ മാറിയതെന്ന് വിചാരിക്കുക, അത് നിയമവിരുദ്ധമായി എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഓഫർ അവിടെ വെച്ച് തന്നെ ലാപ്സ് ആയി പോകും. അതാണ് ഇല്ലീഗാലിറ്റി എന്ന് പറയുന്നത്. കോണ്ടംപ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു ഇല്ലീഗാലിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ലോ ചേഞ്ച് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനു വേണ്ടി കുറേ സംഭവങ്ങൾ ചിലവാക്കി, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കി ആ ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നഷ്ടമായ പൈസ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നും വാങ്ങാവുന്നതാണ്. അതിനാണ് നമ്മൾ കോണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. While the law doesn't promise that one party can be paid for services that were illegally rendered under a contract that is prohibited by statute, the party might be able to recover monetarily if the following facts can be met. The service that were previously given were intrinsically illegal. ഇൻട്രിൻസിക്കലി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു സർവീസ് ആവരുത് അത്. അതുപോലെ എന്താ, അതർ പാർട്ടി ഇൻറ്റൻഷനലി ഫെയിൽ ടു പെർഫോം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ then while the one party could
potentially recover for the service that has already rendered. He cannot recover on the contract itself since it was deemed illegal. Of course, this is determined on the case-by-case basis depending on the circumstances of parties and contract. അത് സർക്കംസ്റ്റാൻസസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ whenever one party brings a breach of contract dispute against the other party due to the other party's failure to pay for service that the plaintiff already rendered. plaintiff already render ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുത്തിരിക്കണം. The plaintiff should always argue for contempt in an attempt to recover, particularly if the defendant brings a claims for illegality of contract. ഞാൻ എന്തിനാ കാശ് കൊടുക്കണം? ആ കോൺട്രാക്റ്റ് വോയിഡ് ആയി പോയില്ലേ, അല്ലെങ്കിൽ ആ ഓഫർ വോയിഡ് ആയി പോയില്ലേ, പിന്നെ ഞാൻ എന്തിന് കാശ് ചിലവാക്കുന്നു എന്ന് ഡിഫൻഡൻറ്റ് പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കോണ്ടം മെറിറ്റ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇല്ലീഗാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇവിടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ കോണ്ടം മെറിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു ടേം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കോണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഓഫറിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവും ആ ഒരു കോൺട്രാക്റ്റ് ഇല്ലീഗൽ ആവുന്ന അല്ലെങ്കിൽ വോയിഡ് ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ നഷ്ടങ്ങൾ മറ്റു പാർട്ടിക്ക് വേണ്ടിയിട്ട് നടത്തിയതാവാം. അപ്പോൾ ആ മറ്റു പാർട്ടി ആ നഷ്ടങ്ങൾ പരിഹരിച്ച് തരണമെന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അതിനാണ് നമ്മൾ കോണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. കോണ്ടം മെറിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ ലാസ്റ്റത്തെ കേസാണ് വളരെ സിമ്പിളായുള്ളൊരു കേസാണ് അക്സെപ്റ്റൻസ്. ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഓഫർ ഇല്ലല്ലോ അല്ലേ. ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കോൺട്രാക്റ്റ് ആയി, പിന്നെ ആ ഓഫർ അവിടെ ഇല്ല, ഇത് കോൺട്രാക്റ്റ് ആയി മാറിയല്ലോ. വൺസ് ദ ഓഫർ വാസ് അക്സെപ്റ്റഡ് ബൈ ദ ഓഫർ ദ കോൺട്രാക്റ്റ് ഈസ് ഫോം ആൻഡ് ബോർഡ് ദ എൻഡ് ടു ദ ഓഫർ ടു ആൻ എൻഡ്. It can be made either orally in writing or by implications of conduct when they are received by the owner. However, in House versus Binte, the court refused to impose an obligation on the offeree to reject the offer and further stated thus that silence does not amount to acceptance. Silence ആയിട്ട് മൗനം സമ്മതം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സൈലൻസിനെ നമുക്ക് ഒരിക്കലും കോൺട്രാക്റ്റിൽ ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് കരുതാൻ പറ്റില്ല. അത് പറഞ്ഞിരിക്കുന്ന ഒരു കേസാണ് ഹൗസ് വേഴ്സസ് ബിൻഡെ. ഓഫർ ലാപ്സ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവുന്നത് ഇത്രയും രീതികളിലാണ്: റിവോക്കേഷൻ, റിജക്ഷൻ, ലാപ്സ് ഓഫ് ടൈം, കണ്ടീഷണൽ ഓഫർ, ഓപ്പറേഷൻ ഓഫ് ലോ, ഡെത്ത്, അക്സെപ്റ്റൻസ്, ഇല്ലീഗാലിറ്റി. ഇത്രയും ഈ ഡെത്തിൻ്റെ കൂടെ ഒന്നും കൂടെ വരുന്നുണ്ട് ഇൻസാനിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. Conclusion: the Contract Act is the primary registration in the country which deals with the contractual obligations between the parties. The Act not only contains the provisions related to entering into the contract. ഒരു കോൺട്രാക്റ്റിലെ എൻ്റർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാത്രമല്ല ഉള്ളത്, termination of contract കൂടി ഉണ്ട്. The parties to a contract are to be liberty of revocation both offer and acceptance at later point of time. Okay. The procedure that the rules of revocation are laid down under section 5 of Contract Act. Revocation is a way of termination of the offer. There are mainly three ways of termination. മെയിൻ ആയിട്ട് പറയുമ്പോഴത്തേക്കും 3 ways ആണുള്ളത്: റിവോക്കേഷൻ, റിജക്ഷൻ ഓർ ലാപ്സ് ഓഫ് ഓഫർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് ടെർമിനേഷൻ ഓഫ് ഓഫറാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് പ്രപ്പോസലാണ്. ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ടെർമിനേറ്റ് ചെയ്യുന്നു. പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത്. ആ സാഹചര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.